നമ്മുടെ രാമു, നമ്മുടെ രാമു, നമ്മുടെ രാമു, നമ്മുടെ രാമു, നമ്മുടെ രാമു. മോനെ ജാമ്യം കിട്ടിയോടാ. പ്രസിഡന്റ് എതിർക്കാൻ വന്നിരിക്കും. ഇനി ആരാ എതിർക്കണമെന്ന് നോക്കട്ടെ. നിങ്ങൾ ഓടുവട്ടെ. ആച്ചന്മാരെ ഇത്രയും ദൂരം ഞാനും കൂടെ പറ്റും. ഞാനിത് തീർത്തിട്ട് മാറും. ഒരു മമ്മട്ടിയിലാ. മോളെ വാസന്തി, നീ എന്താ അച്ഛനെ കാണുമ്പോഴൊക്കെ മുഖം പോലും ഇങ്ങോട്ട് തിരിക്കാതെ പോയി കളയുന്നത്? എനിക്ക് നീ മാത്രമല്ലേ ഉള്ളു മോളെ. പക്ഷെ നീ ഞാൻ പോട്ടെ. എനിക്ക് ഒരുപാട് പഠിക്കാനുണ്ട്. നിന്റെ അമ്മ ഉണ്ടായിരുന്നെങ്കിൽ എന്റെ വേദന അമ്മ കൂടി പങ്കിടുവായിരുന്നു. മോളെ രക്ഷപ്പെട്ടു. മോളെ നമ്മൾ ഇവിടെ കൂടിയിരിക്കുന്നത് പ്രധാനമായ 2 കാര്യങ്ങളെക്കുറിച്ച് തീരുമാനമെടുക്കാനാണ്. ഒന്നാമത് പഞ്ചായത്ത് പ്രസിഡന്റിനെ പുറത്താക്കുക. ഏതായാലും തെരഞ്ഞെടുപ്പ് എടുത്തു വരുമല്ലേ, അപ്പൊ പിന്നെ അവിശ്വാസ പ്രമേയത്തിന് എന്താ ആവശ്യം? അങ്ങനെയല്ല, ഇയാളെ ഈ നിലയിൽ വിട്ടാൽ ഈ നാട് നന്നാകും. അടുത്ത കമ്മിറ്റിയിൽ അവിശ്വാസ പ്രമേയം ഞാൻ അവതരിപ്പിക്കും. ഇനി മറ്റൊന്ന്, അടുത്ത തിരഞ്ഞെടുപ്പിൽ നമുക്ക് രാമുവിനെ രാഘവൻ നായർക്കെതിരായി ഈ വാർഡിൽ നിർത്തി മത്സരിപ്പിക്കാം. അതൊന്നും വേണ്ട. എനിക്ക് ഭരണകാര്യങ്ങളിലൊന്നും യാതൊരു താല്പര്യമില്ല. അങ്ങനെയല്ല, നിങ്ങളെപ്പോലെ അറിവും വിദ്യാഭ്യാസവും ഉള്ളവർ ഇങ്ങനെ ഒഴിഞ്ഞു മാറുന്നതുകൊണ്ടാണ് ഈ ഞാനൂരുകൾ ഇങ്ങനെ തലപൊക്കുന്നത്. ഇത് രാമുവിന്റെ വ്യക്തിപരമായ ആവശ്യമല്ല, ഈ നാട്ടുകാരുടെ ആവശ്യമാണ്. നാട്ടുകാർക്ക് വേണ്ടി രാമു സമ്മതിക്കണം. ജയിച്ചാൽ രാമു പ്രസിഡന്റാണ്. ഏതായാലും കേസ് കഴിയട്ടെ. കേസ് നടത്തിക്കുന്നത് ഞങ്ങളല്ലേ. ഒരു പക്ഷേ ശിക്ഷിച്ചാൽ ഞങ്ങൾ സുപ്രീം കോടതി വരെ പോകും. അവിടെയും വധശിക്ഷ ശരിവെച്ചാൽ ഈ നാട്ടിലെ മുഴുവൻ ചെറുപ്പക്കാരെയും തൂക്കിക്കൊന്നിട്ടേ രാമുവിനെ തൂക്കിലിടുകയുള്ളൂ. ഈ നശിച്ച രാത്രി ഞാൻ എങ്ങനെ കഴിച്ചു കൂട്ടുവോനെ? സമാധാനമായിട്ട് കിടന്നുറങ്ങിക്കൊള്ളൂ. രാമുചേട്ടനൊന്നും സംഭവിക്കില്ല. എന്റെ ചേട്ടൻ എന്തെങ്കിലും സംഭവിച്ചാൽ ദൈവം വാസന്തിയെ കൈവിടില്ല. സമാധാനമായി കിടന്നുറങ്ങിക്കൊള്ളൂ. എന്റെ പരദൈവങ്ങളെ, എന്റെ കുഞ്ഞിന് ഒരാപത്തും വരുത്തരുത്. തമ്പുരാട്ടി സമാധാനപ്പെട്ടാട്ടെ. കുഞ്ഞിന് ഒരാപത്തും വരികയില്ല. എനിക്കൊരു ഇത്തിരി അരി നനച്ചിടാനും ഒരന്തിത്തിരി കൊളുത്താനും ആകെ ഉള്ളതാ. അവനെ അങ്ങനെ ദൈവം അകറ്റു. അമ്മാവൻ സമാധാനപ്പെടും. രാമുവിനെ വെറുതെ ഞാൻ പോയാലും അച്ഛൻ ഇവരൊക്കെ ഇല്ലേ അച്ഛാ? മോനെ, ഞാൻ ഒരുത്തനെ പോകുന്നു. പക്ഷെ ഈ വീട്ടിന് ഈ നാട്ടിൽ 1000 മക്കളുണ്ട്. എന്താണ് വിളിച്ചിരിക്കണേ? ചേട്ടൻ പോയിട്ട് വരട്ടെ. ചേട്ടൻ പോയിട്ട് വരട്ടെ അമ്മ. വാസു, എന്തിനാ ചേട്ട കരയണേ? എന്നെ ശിക്ഷിച്ചില്ലല്ലോ. ഞാൻ പോയിട്ടില്ല. പ്രതിയുടെ പേരിൽ ചുമത്തിയിട്ടുള്ള കൊലക്കുറ്റം സംശയാതീതമായി തെളിയിക്കാൻ പ്രോസിക്യൂഷന് കഴിഞ്ഞിട്ടില്ല. കൃത്യം കണ്ടതായി പറയുന്ന സാക്ഷികൾ പോലും പരസ്പര വിരുദ്ധമായി മൊഴി നൽകിയിരിക്കുന്നു. ഈ സാഹചര്യത്തിൽ സംശയത്തിന്റെ ആനുകൂല്യം നൽകി പ്രതിയെ വെറുതെ വിട്ടിരിക്കുന്നു.
സ്വാമി എന്തായി? ജയിച്ചു ജയിച്ചു ജയിച്ചു. തണ്ണി തണ്ണി നമുക്ക് അടുത്ത വർഷം പോയി ഘോഷിക്കാവുന്ന കാര്യം പറ. അവനെ പോലീസ് കൊണ്ടുപോയോ? ഇപ്പൊ കൊണ്ടുവരും. അങ്ങനെ അവനകത്തായി. സാർ അവൻ പുറത്തായി. അവനെ വെറുതെ വിട്ടു സാർ. നമ്മുടെ ബഹുമാനപ്പെട്ട പ്രസിഡന്റിന്റെ പേരിൽ ഒരു അവിശ്വാസ പ്രമേയ അവതരണത്തിന് വീണ്ടും അനുവാദം ആവശ്യപ്പെട്ടുകൊണ്ട് ഭൂരിപക്ഷം മെമ്പർമാരും ഒപ്പിട്ട ഒരു മെമ്മോറാണ്ടം ഇവിടെ കിട്ടിയിട്ടുണ്ട്. സഭയുടെ അനുവാദത്തോടെ ഞാൻ പ്രമേയ അവതരണത്തിന് ബന്ധപ്പെട്ട മെമ്പറെ ക്ഷണിക്കുകയാണ്. കഴിഞ്ഞ 10 കൊല്ലക്കാലമായി ഈ പഞ്ചായത്തിന്റെ ഭരണം അഴിമതിയും ക്രമക്കേടുകളും കൊണ്ട് അനുദിനം അധപ്പതിച്ചുകൊണ്ടിരിക്കുകയാണ്. വികസന പ്രവർത്തനങ്ങൾക്ക് അനുവദിച്ചിട്ടുള്ള തുകകളെല്ലാം പ്രസിഡന്റും കൂട്ടാളികളും ചേർന്ന് കൃത്രിമ രേഖകളുണ്ടാക്കി തട്ടിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇതിന്റെ ഒന്നാമത്തെ തെളിവാണ് പൊതുജനങ്ങൾക്ക് ആവശ്യമായ കുളം വെട്ടിക്കാതിരുന്നത്. പൊതുവഴിക്ക് വേണ്ടി നാട്ടുകാർ ശ്രമദാനമായി മുന്നോട്ട് വന്നിട്ട് അതിനടിച്ചമർത്താൻ ശ്രമിച്ചതും പഞ്ചായത്ത് ഉദ്യോഗസ്ഥന്മാരെ സ്വാധീനപ്പെടുത്തി തന്റെ വ്യക്തിപരമായ കാര്യങ്ങൾക്ക് ഉപയോഗിച്ചതും വ്യക്തമായ ഉദാഹരണങ്ങളാണ്. ഇത്തരം അഴിമതികൾക്ക് പല ഡിപ്പാർട്ട്മെന്റ് ഉദ്യോഗസ്ഥന്മാരും കൂട്ടുനിന്നതായി തെളിവുകൾ ഞങ്ങളുടെ പക്കലുണ്ട്. അവരുടെ മേലും കർശനമായ നടപടികൾ സ്വീകരിക്കേണ്ടതാണ്. അതിനാൽ ഈ പ്രസിഡന്റിന്റെ പേരിൽ ഈ സഭയ്ക്കുള്ള അവിശ്വാസം രേഖപ്പെടുത്തുന്നു. ഈ പ്രമേയം വോട്ടിനിടുകയാണ്. ഇതിനെ അനുകൂലിക്കുന്ന മെമ്പർമാർ കൈപൊക്കി അംഗീകാരം വ്യക്തമാക്കണം. അവിശ്വാസ പ്രമേയം പാസായിരിക്കുന്നു. നമ്മുടെ ചിഹ്നം. ഇപ്പൊ എന്താ മുട്ടായി വന്നത്? ഇവിടെ കണ്ടമാനം മുട്ടായി തിന്നാൽ ഷുഗർ കംപ്ലൈന്റ് ഉണ്ടാകും. മേക്കറേ പാലൻ ചിഹ്നം, നമ്മുടെ ചിഹ്നം, പാലൻ ചിഹ്നം, പാലൻ ചിഹ്നം, നമ്മുടെ ചിഹ്നം, നമ്മുടെ ചിഹ്നം. നേരാണോ താനീ പറയുന്നത്? വാസന്തി അകത്തുണ്ടല്ലോ, വിളിച്ചു ചോദിക്കണം. വാസന്തി, വാസന്തി, ഏയ്, നീ നിന്റെ കൂട്ടുകാരോട് ചേർന്ന് ആ റൗഡി രാമുവിന് വേണ്ടി വോട്ട് പിടിക്കുന്നത് കേട്ടത് സത്യമാണോ? നിന്റെ അച്ഛനെതിരായി നീ? ക്ഷമിക്കണം അച്ഛ, ഈ പഞ്ചായത്തിനെ പ്രതിനിധീകരിക്കാൻ എന്റെ അച്ഛനേക്കാളും യോഗ്യൻ രാമുവേട്ടനാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു. വാസന്തി, ഓടിയാകത്ത്. ദാസപ്പ, ഇവളുടെ മുമ്പിൽ മാത്രം ഞാൻ പരാജയപ്പെട്ടു പോകുന്നു. പക്ഷേ എന്നെ വഞ്ചിക്കാൻ ആ തെണ്ടിയെ ഞാൻ അനുവദിക്കില്ല. അതിനെന്ത് വില കൊടുക്കേണ്ടി വന്നാലും ശരി. രണ്ടിനെയും ഞാൻ. അയ്യോ സാർ, തല്ലരുത്. ഞാനൊരു ശുദ്ധ ബ്രാഹ്മണനാണ് സാർ. ബ്രാഹ്മണനോ? അതെ സാർ. താനെന്തിനാ പോസ്റ്റർ കീറിയത്? അയ്യോ, അത് പച്ചക്കറി വാങ്ങിക്കാൻ പേപ്പർ ഇല്ലാതുകൊണ്ട് കീറിപ്പോയതാണ് സാർ. ഓഹോ, അത് ഈ പച്ചക്കറി ആയിരിക്കും. അയ്യോ, അത് വയറ്റ് വേദനയ്ക്കുള്ള മരുന്നാണ് സാർ. എന്നാലേ ഞാനൊരു മരുന്ന്. എന്റെ പ്രിയപ്പെട്ട നാട്ടുകാരെ, ഈ കഴിഞ്ഞ കാലമത്രയും ഇവിടെ
ഈ പഞ്ചായത്തിൽ എന്ത് നടന്നു എന്ന് നിങ്ങൾക്കേവർക്കും നല്ലപോലെ അറിയാമെന്ന് ഞാൻ വിശ്വസിക്കുന്നു. അഴിമതിയുടെയും കുംഭകോണത്തിന്റെയും മാത്രം സന്തതിയായ മിസ്റ്റർ രാഘവൻ നായർ നിങ്ങൾക്ക് വേണ്ടി എന്ത് ചെയ്തു എന്ന് ഞാൻ ചോദിക്കുകയാണ്. സ്വന്തം പള്ളവീർപ്പിക്കാൻ വേണ്ടി നാം അധ്വാനിച്ചുണ്ടാക്കുന്ന പൈസയുടെ ഭൂരിഭാഗവും സ്വന്തം ബന്ധീനങ്ങൾക്ക് വേണ്ടി വിനിയോഗിച്ചു എന്ന സത്യം നിങ്ങൾക്കേവർക്കും അറിയാവുന്ന ഒന്നാണ്. അങ്ങനെയുള്ള ഒരു കൊള്ളക്കാരനെ വേണോ, അതോ നിങ്ങൾക്ക് വേണ്ടി ജീവൻ ത്യജിക്കാൻ പോലും സന്നദ്ധമായി നിൽക്കുന്ന ശ്രീ രാമു MA വേണോ എന്ന് തീരുമാനിക്കാനുള്ള അവസരം നിങ്ങൾക്കിതാ സംജാതമായിരിക്കുന്നു. ഈ അവസരം ഉപയോഗിച്ച് കലപ്പയും കാളയും ചിഹ്നത്തിൽ വോട്ട് ചെയ്ത് നമ്മുടെ പ്രിയങ്കരനായ രാമുവിനെ വിജയിപ്പിക്കണമെന്ന് ഞാൻ അഭ്യർത്ഥിക്കുകയാണ്. നിങ്ങൾ ഈ റൗഡി രാമുവിനെ വോട്ട് ചെയ്യുകയാണെങ്കിൽ ഈ നാട്ടിൽ അരിവുണ്ടാക്കുന്ന സ്ഥലത്തിന് പകരം ഭക്ഷണ സാധനങ്ങൾ ഉണ്ടാക്കുന്ന സ്ഥലത്തിന് പകരം അവരെയെല്ലാം ബിച്ചുവയും കടാറയും കണ്ടകൂടാതെയുമായിരിക്കും ഉണ്ടാക്കുക എന്ന് ഞാൻ നിങ്ങളോട് പറയുകയാണ്. മലയാളത്തിൽ പറയാൻ അറിയാമെങ്കിൽ പറഞ്ഞാൽ മതി. എനിക്ക് സ്ഥാനമാനങ്ങളിലൊന്നും തീരെ ആഗ്രഹമില്ല. കക്ഷി രാഷ്ട്രീയത്തിൽ വിശ്വാസവുമില്ല. ഈ തിരഞ്ഞെടുപ്പിൽ മത്സരിക്കണമെന്ന് മോഹിച്ചതുമല്ല. നാട്ടുകാരുടെ നിരന്തരമായ നിർബന്ധവും പ്രേരണയുമാണ് എന്നെ ഇവിടെ കൊണ്ടെത്തിച്ചത്. രാഷ്ട്രീയത്തിന്റെ മറപറ്റി പ്രസിഡന്റ് എന്ന മേൽവിലാസം ഉപയോഗിച്ച് ഒരു മനുഷ്യനും അയാളുടെ കുറെ ശിങ്കടികളും ചേർന്ന് ഈ നാട്ടിൽ കഴിഞ്ഞ 10 കൊല്ലമായി നടത്തിവരുന്ന അഴിമതിയും അക്രമവും അവസാനിപ്പിക്കേണ്ടത് ഒരാവശ്യമായി തോന്നിയതുകൊണ്ട് ഞാൻ ഇതിന് സമ്മതിച്ചതാണ്. ഇത്തരം രാജ്യദ്രോഹികളെ പരാജയപ്പെടുത്തേണ്ടത് ഈ കാലഘട്ടത്തിന്റെ ഒരാവശ്യമാണ്. പകരം അർഹതയുള്ള ജനസേവകരെ തിരഞ്ഞെടുത്തയക്കുക. അതിന് ഞാൻ യോഗ്യനാണെന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടെങ്കിൽ നിങ്ങളുടെ വിലയേറിയ വോട്ടുകൾ എനിക്ക് തന്ന് എന്നെ അനുഗ്രഹിക്കുക. നിങ്ങൾക്ക് നമസ്കാരം. 4-ാം വാർഡിലെ തെരഞ്ഞെടുപ്പ് ഫലം. ആകെ പോൾ ചെയ്ത വോട്ട് 2003. ശ്രീമാൻ രാമുവിന് ലഭിച്ച വോട്ട് 1800. ശ്രീമാൻ രാഘവൻ നായർക്ക് ലഭിച്ച വോട്ട് 94. അസാദ് 109. ശ്രീമാൻ രാമു 4-ാം വാർഡിൽ നിന്നും എതിർ സ്ഥാനാർത്ഥിയായ ശ്രീ രാഘവൻ നായരേക്കാൾ 1706 വോട്ടിന്റെ ഭൂരിപക്ഷത്തോടെ തിരഞ്ഞെടുക്കപ്പെട്ടിരിക്കുന്നു. അവൻ എന്റെ മോനാണ്. ലക്ഷ്മി കുട്ടി അമ്മേ, നമ്മുടെ മോൻ ഇന്ന് ആരാ? ഇനി പിന്നെന്തിനാണ് ഈ സർക്കാർ? അയ്യോ ജാഥ ഇങ്ങോട്ട് നീങ്ങിക്കൊണ്ടിരിക്കാം. നീ അടുക്കളയിലോട്ട് ജീരണത്തിനോ നീ ഇങ്ങോട്ട് വന്നിട്ട് അവന് മോൻ ഇരിക്കാൻ ഒരു നല്ല കസേരയില്ലല്ലോ. നമ്മുടെ രാമു, നമ്മുടെ രാമു, 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 നീ ഇപ്പോ ഒരു വലിയ മനുഷ്യനാണ്. എന്നാലും മണ്ണിനോടുള്ള ബന്ധം മറന്നു മോനെ. നിങ്ങൾ എല്ലാവരും വരണം, എല്ലാവരും കാപ്പ് കുടിക്കാൻ വരണം. അച്ഛമ്മോളുടെ തലയൊക്കെ ചീക്കി ഭംഗിയായിട്ട് കെട്ടിത്തരാം കേട്ടോ. നമ്മൾ നന്നായിട്ട് പഠിക്കണം കേട്ടോ, നാളെ പരീക്ഷയല്ലേ. ഇങ്ങോട്ട് തരും, ഞാൻ ഒരുക്കാം. ഞാൻ ഒരുക്കിക്കോളാം. വേണ്ട, അച്ഛൻ അറിഞ്ഞൂടെ, ചേച്ചി മതി. അയ്യോ, അങ്ങനെ പറയില്ലേ മോളെ. അച്ഛന്റെ വിചാരം അച്ഛനെ എല്ലാം അറിയാമല്ലോ. മോക്ക് ഏത് ഉടുപ്പാ വേണ്ടത്? ചേച്ചിയോട് ചോദിച്ചാ മതി.
നീ ഇവിടെ എന്ത് ചെയ്യുന്നു? രാമു, അവൾ ഞാൻ എന്റെ സഹോദരിയോടാണ് സംസാരിക്കുന്നത്. ചേട്ടാ, ഞാൻ ഇവളെ ഒരുക്കുകയായിരുന്നു. അവൾ ഒരുക്കാൻ നീ അവളുടെ അമ്മയോ അത് ആയോ? മേലാൽ ഇവിടെ വന്നു പോരുത്. രാമു, എന്താ? ഞാൻ എന്നെ എന്നാ വന്നോട്ടെ. എന്താ കൂടെ താമസിപ്പിച്ചോളാം. നിനക്കിഷ്ടാണോടി? ഇവിടെ തമാശയല്ല വാസു. നിങ്ങൾ തമ്മിലുള്ള ബന്ധം നേരത്തെ എനിക്കറിയാമായിരുന്നു. നിങ്ങൾ തമ്മിൽ അതറിഞ്ഞിട്ടുമില്ല. ഒരു നല്ല കാര്യത്തിനും ഞാൻ ഇതുവരെ എതിര് നിന്നിട്ടില്ല. ഇനി നിൽക്കുകയില്ല.